നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ മൊഴിയും ആശുപത്രി രേഖകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ. പുലർച്ചെ 2:30 സെയ്ഫിന് കുത്തേറ്റു എന്നാണ് ആശുപത്രി രേഖയിൽ പറയുന്നത്. എന്നാൽ 4:11 സെയ്ഫിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. സെയ്ഫിന്റെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം 15 മിനിറ്റ് മാത്രമാണ്. ജീന വിശദാംശങ്ങൾ നൽകും. ജീന, എന്താണ് ഇപ്പോൾ ഈ സെയ്ഫിന് കുത്തേറ്റതിന് ശേഷം പിന്നീടുണ്ടായ മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഈ പൊരുത്തക്കേടുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആശുപത്രി രേഖകൾ പുറത്തു വന്ന കാര്യം അതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2:30 സെയ്ഫ് അലി ഖാന് കുത്തേറ്റു എന്നാണ് ആശുപത്രി രേഖകളിൽ പറയുന്നത്. പക്ഷേ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് 2:11. കൃത്യമായ രേഖകളിൽ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ സെയ്ഫ് അലി ഖാന്റെ വീടും ലീലാവതി ആശുപത്രിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് കൂടിപ്പോയാൽ 15 മിനിറ്റ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ അത്രയും സമയം സെയ്ഫ് അലി ഖാൻ എവിടെയായിരുന്നു? എന്താണ് ഗുരുതരമായ മുറിവുണ്ടായിട്ടും സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇത്രയും താമസിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സംശയാസ്പദമായി നിൽക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഡോക്ടർമാർ പറഞ്ഞത് സെയ്ഫ് അലി ഖാന്റെ 8 വയസ്സുള്ള മകനാണ് അദ്ദേഹത്തിനൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിയത് എന്നാണ്. പക്ഷേ ആശുപത്രി രേഖകളിൽ പറയുന്നത് അഫ്സൽ എന്ന ഒരു സുഹൃത്താണ് സെയ്ഫ് അലി ഖാനൊപ്പം ആശുപത്രിയിൽ എത്തിയത് എന്നാണ് രേഖകളിൽ പറയുന്നത്. ഇതാണ് ഡോക്ടർമാരുടെ മൊഴിയും അതുപോലെ തന്നെ ആശുപത്രി രേഖയും തമ്മിൽ ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നേരത്തെ സെയ്ഫ് അലി ഖാന് 6 കുത്തേറ്റു എന്ന് പറയുകയാണെങ്കിൽ ആശുപത്രി രേഖയിൽ പറയുന്നത് സെയ്ഫ് അലി ഖാന് 5 കുത്തേറ്റു എന്നാണ്. ഗുരുതരമായ മുറിവുണ്ടായിരുന്നു, ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുന്നത്? എന്താണ് ഈ 6 മുറിവെന്ന് പറയുന്നതും പിന്നീട് അത് രേഖകളിൽ ആശുപത്രി രേഖകളിൽ 5 രേഖകൾ എന്ന് പറയുന്നത്, അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ ആശുപത്രി രേഖകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സുരക്ഷാ ജീവനക്കാരൊക്കെ എവിടെയായിരുന്നു എന്നതാണ്. നടന്റെ വീട്ടിൽ 2 സുരക്ഷാ ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അത് എങ്ങനെ ശരിയാകുമെന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സൂചനകളും പ്രതികരണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നടക്കം വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CCTVയിൽ, അതായത് പ്രതിയുടെ, ഇപ്പോൾ പ്രതി എന്ന് പറയുന്ന ആളെ ഷെരീഫുൽ ഇസ്ലാമിനാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പ്രതിയുടെ അച്ഛൻ പറയുന്നത് ഈ നടന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ തന്റെ മകനല്ല എന്നാണ് ഇയാൾ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയത്, മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം തേടിയാണ് ഇന്ത്യയിൽ എത്തുന്നത്, നല്ല ശമ്പളത്തോടു കൂടിയുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് എത്തിയത്. അങ്ങനെയെങ്കിൽ ഈ CCTV ദൃശ്യത്തിൽ കണ്ട ആൾ ആരാണ്? നിരവധി സംശയങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്ര മിനിസ്റ്റർ നിതേഷ് റാണ കഴിഞ്ഞ ദിവസം സെയ്ഫിനെ പ്രതിക്കൊപ്പം ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കണം എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആശുപത്രി രേഖയിലും ഒപ്പം തന്നെ ഡോക്ടർമാരുടെ അടക്കം മൊഴിയിലും പൊരുത്തക്കേടുകൾ വരുന്നത്. ഇത് എങ്ങനെ സെയ്ഫ് പ്രതിരോധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.